السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്കുള്ള ഹിജ്റയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അന്ന് ഹിജ്റയിൽ സംബന്ധിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരന്റെ മകളും പ്രവാചക പത്നിയുമായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്ന ഒരു ചരിത്രമുണ്ട്. പ്രസ്തുത ചരിത്രത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും. ഒരിക്കൽ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളോട് ഇപ്രകാരം പറയുകയുണ്ടായി: നിങ്ങൾക്ക് ഹിജ്റ പോകാനുള്ള സ്ഥലത്തെപ്പറ്റി എനിക്ക് സ്വപ്നദർശനമുണ്ടായിരിക്കുന്നു. ഇരു കൽപ്രദേശങ്ങൾക്കിടയിലുള്ള ഒരു ഈത്തപ്പന നിറഞ്ഞ പ്രദേശമാണ് ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അറിയിപ്പ് കേട്ടതിന് ശേഷം പിന്നീട് ഹിജ്റ പോയവരെല്ലാം മദീനയുടെ ഭാഗത്തേക്കാണ് പോയത്. അബുസീദിയയിലേക്ക് ഹിജ്റ പോയവരിൽ പലരും അവിടെ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും മദീനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, പോകാൻ വരട്ടെ, ഞാനും അള്ളാഹുവിൽ നിന്നുള്ള അനുമതി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇത് കേട്ട സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, ഫിദല്ലക യാ അബി, ഫിദല്ലക അബി, എന്റെ മാതാപിതാക്കൾ പോലും അഥവാ എന്റെ സർവസ്വവും താങ്കൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. സാധാരണ അറബികൾ ഒരാളോടുള്ള അമിതമായ ഇഷ്ടമുണ്ടാകുമ്പോൾ പറയുന്ന ഒരു വാക്കാണത്. എന്റെ സർവവും ഞാൻ താങ്കൾക്ക് നൽകുകയാണ്. താങ്കളും ഹിജ്റ പോകുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടോ നബിയെ? അപ്പൊ നബി പറഞ്ഞു, അതെ. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബിയോടൊപ്പം പോകുന്നതിന് വേണ്ടി തന്റെ യാത്ര നീട്ടിവെക്കുകയാണ്. അന്ന് അദ്ദേഹത്തിന്റെ അടുക്കൽ 2 ഒട്ടകങ്ങളുണ്ട്. ആ ഒട്ടകങ്ങൾക്ക് ഇലന്തമരത്തിന്റെ തീറ്റ കൊടുത്തുകൊണ്ട് 4 മാസം അവയെ പോറ്റി പരിപാലിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു മധ്യാഹ്ന സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായി ഏതോ വലിയ കാര്യമാണ്, ഇല്ലെങ്കിൽ ഈ സമയത്ത് നബി ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭവനത്തിലെത്തിയ നബി പ്രവേശിക്കാൻ അനുവാദം തേടുന്നു. അനുവാദം ലഭിച്ച ഉടനെ വീട്ടിൽ കടന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹിജ്റ പോകാൻ എനിക്ക് അനുവാദം കിട്ടിയിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയെ, അങ്ങയോടൊപ്പം അനുഗമിക്കാൻ താങ്കൾ എന്നെ അനുവദിച്ചാലും? നബി പറഞ്ഞു, തീർച്ചയായും അതിന് അനുവാദമുണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ 2 വാഹനങ്ങളുണ്ട്, അതിൽ ഒന്ന് താങ്കൾ എടുത്താലും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വില നിശ്ചയിച്ച് അതെടുത്തുകൊള്ളാമെന്ന്. അങ്ങനെ 2 പേരുടെയും യാത്രാ സാമഗ്രികൾ വളരെ വേഗത്തിൽ തയ്യാറാക്കപ്പെടുകയാണ്. ആഹാരവും മറ്റുമൊക്കെ തയ്യാറാക്കി ഒരു തോൽപാത്രത്തിൽ വെച്ചു. പക്ഷെ ആ പാത്രം മൂടിക്കെട്ടുവാൻ ഒരു വള്ളിയോ കയറോ ലഭ്യമായില്ല. ഈ സന്ദർഭത്തിൽ അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്റെ അരപ്പട്ടയുടെ ഒരു ഭാഗം മുറിച്ചെടുത്ത് തോൽപാത്രത്തിന്റെ വായ കെട്ടുകയാണ്. ചരിത്രത്തിൽ പിന്നീട് അവർ അറിയപ്പെടുന്നത് ദാത്തു നിഖ്താഖത്തൈൻ, 2 അരപ്പട്ടയുള്ളവൾ എന്ന അപരനാമത്തിലാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും സൗർ പർവ്വതത്തിലെ ഒരു ഗുഹയിൽ എത്തിച്ചേരുന്നു. 3 ദിവസം അവിടെ ഒളിച്ചിരുന്നു.
രാത്രിയാകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രൻ അബ്ദുള്ള അവരുടെ കൂടെ വന്ന് താമസിക്കും. അബ്ദുള്ള വളരെ കൂർമ്മബുദ്ധിയും സാമർഥ്യവുമുള്ള ഒരു യുവാവാണ്. പുലരും മുമ്പ് ഇരുളിന്റെ മറവിൽ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്യും. പ്രഭാതമാകുമ്പോൾ അദ്ദേഹം ഖുറൈശികൾക്കൊപ്പം രാപാർത്തവനെ പോലെ മക്കയിലെത്തിയിട്ടുണ്ടാകും. എന്നിട്ട് നബിക്കും അബൂബക്കറിനുമെതിരിൽ നടത്തപ്പെടുന്ന ഗൂഢതന്ത്രങ്ങൾ കേട്ട് മനസ്സിലാക്കി രാത്രി ഇരുട്ടുന്നതോടെ അവരിരുവർക്കും ആ വിവരങ്ങൾ എത്തിച്ചു കൊടുക്കും. അബൂബക്കറിന്റെ ദാസൻ ആമിർ ഇബ്നു ഫുഹൈറ അവർക്കുള്ള കറവയുള്ളതായ ഒരാടിനെ മേയിച്ചിരുന്നു. സന്ധ്യ മയങ്ങുന്നതോടെ അയാൾ ആ ആടുകളെ തെളിച്ചുകൊണ്ട് അവരുടെ അടുത്തെത്തിക്കും. ആ ആടിന്റെ പാൽ കഴിച്ചാണ് അവർ രാത്രി കഴിച്ചുകൂട്ടുന്നത്. അതായത് അവരുടെ കറവയാടിന്റെ ചൂട് കല്ലിട്ട് തിളപ്പിച്ച പാൽ. വെളുപ്പാൻ കാലത്ത് ഇരുട്ടിൽ ആടിനെയും തെളിച്ച് ആമിർ ഇബ്നു ഫുഹൈറ മടങ്ങുകയും ചെയ്യും. അങ്ങനെ ആ 3 രാവുകളിൽ ഓരോ രാത്രിയും അദ്ദേഹം അങ്ങനെ ചെയ്തു. നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ദീൽ ഗോത്രക്കാരനായ ഒരാളെ വഴികാട്ടിയായി കൂലിക്ക് വിളിച്ചിരുന്നു. അയാൾ അബ്ദുൽ അദീന്റെ സന്തതികളിൽപ്പെട്ട ഒരാളാണ്. വിദഗ്ധനായ വഴികാട്ടിയും ആസുബിന് വായിൽ കുടുംബവുമായി അയാൾ സഖ്യം ചെയ്തിരുന്ന ആളുമാണ്. അയാൾ മതപരമായി മക്കാ മുശ്രിക്കുകളോടൊപ്പമാണ്. പക്ഷെ നബിയും അബൂബക്കറും അയാളിൽ വിശ്വാസം അർപ്പിക്കുന്നു. തങ്ങൾ ഇരുവരുടെയും വാഹനം അദ്ദേഹത്തെ ഏൽപ്പിച്ച് 3 ദിവസത്തിന് ശേഷം സൗർ ഗുഹയിൽ എത്തണമെന്ന് അയാളുമായി ഇരുവരും ഉടമ്പടിയുണ്ടാക്കി. 3-ാം ദിവസം പ്രഭാതവേളയിൽ ഇരുവരുടെയും യാത്രാവാഹനവുമായി പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എത്തിച്ചേരുകയും തുടർന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാഹനപ്പുറത്തേറി യസ്രിബിലേക്ക് പിറന്ന മണ്ണിൽ നിന്ന് നടന്നകലുകയാണ്. ചരിത്രത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക, വിശ്വാസത്തെ ദൃഢമാക്കി നിലനിർത്തുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.